ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 14 യഥാർത്ഥ സ്നേഹിതൻ. ജെറുസലേം ജെറീക്കോയിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെയാണ്. ചാവുകടലിന്റെ നിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലാണ്. ജെറുസലേം എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് ജെറുസലേം. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 800 അടി താഴ്ചയിലാണ് ജെറീക്കോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 3300 അടി താഴ്ചയിലുള്ള ജെറീക്കോയിലേക്കുള്ള പാത മലകളും പാറക്കെട്ടുകളും നിറഞ്ഞ വിജനമായ പാതയും കൊള്ളക്കാരുടെ വിഹാരരംഗവുമാണ്. ഈ പാതയിൽ രാത്രിയിലാവാം ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടത്. നിയമപണ്ഡിതൻ ഈശോയെ പരീക്ഷിക്കുവാനായിട്ടാണെങ്കിലും ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ലൂക്കാ 10:25 നിത്യജീവൻ അവകാശപ്പെടുത്തുവാൻ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക. ലൂക്കാ 10:27 എന്ന് ഈശോ മറുപടി നൽകുന്നു. ഈ അയൽക്കാരൻ ആരാണെന്നാണ് നിയമപണ്ഡിതന് അറിയേണ്ടത്. ഈ പശ്ചാത്തലമാണ് ഉപമയുടെ സന്ദർഭം. നല്ല സമറിയാക്കാരന്റെ ഉപമയിൽ പല കഥാപാത്രങ്ങളും ഉണ്ടല്ലോ. യഹൂദ പുരോഹിതൻ. വഴിയരികിൽ മൃതപ്രായനായി കിടന്ന മനുഷ്യനെ കണ്ട യഹൂദ പുരോഹിതൻ ഒന്നും ചെയ്യാതെ കടന്നു പോകുന്നു. അദ്ദേഹം വിചാരിച്ചു ആ മനുഷ്യൻ മരിച്ചു കാണും. മരിച്ചു കിടക്കുന്നവരെ സ്പർശിക്കുവാൻ യഹൂദ പുരോഹിതന് അനുവാദമില്ല. സ്പർശിച്ചാൽ അത് നിയമലംഘനമാണ്. മാത്രമല്ല 7 ദിവസത്തേക്ക് അദ്ദേഹം അശുദ്ധനായിരിക്കും. തന്നിമിത്തം ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ പരസ്നേഹത്തെ അവഗണിക്കുകയാണ്. മനുഷ്യന്റെ വേദനയേക്കാൾ ദേവാലയം അയാൾക്ക് വിലപ്പെട്ടതായി തോന്നി. പരസ്നേഹത്തിന് പ്രാധാന്യം നൽകാത്തപ്പോൾ നമ്മുടെയും ജീവിതം പുരോഹിതന്റെ പോലെ ഒരു പരാജയം ആകുന്നില്ലേ? ലേവായൻ. ദേവാലയ ശുശ്രൂഷയിൽ സഹായിയാണ് ഇയാൾ. സ്വന്തം സുരക്ഷിതത്വമാണ് പരസ്നേഹത്താൽ ലേവായന് പ്രാധാന്യം. കപ്പ്യാൾ വന്നില്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷ മുടങ്ങാം. ലേവായൻ ചിന്തിച്ചു കാണും, ഒന്നുകിൽ കബളിപ്പിക്കാൻ ഒരു ഭീകരൻ അഭിനയിക്കുന്നതാവാം എന്ന്, അല്ലെങ്കിൽ തന്റെ അന്നം മുടക്കിയാവാമെന്ന്. മറ്റൊരാളെ സഹായിക്കുവാൻ തയ്യാറില്ലാത്ത, സ്വന്തം രക്ഷ സ്വന്തം കാര്യം എന്ന ചിന്തയിൽ ജീവിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കാം ഈ ലേവായൻ. സ്വാർത്ഥമതിയായ ഇയാളും അപകടത്തിൽപ്പെട്ട വ്യക്തിയെ സഹായിക്കാതെ കടന്നുപോയി. കൊള്ളക്കാർ. അന്നും ഇന്നും കൊള്ളക്കാർ, പിടിച്ചു പറിക്കുന്നവർ, മോഷ്ടാക്കൾ എന്നിവർ ഉണ്ട്. പാവപ്പെട്ടവർക്കുള്ള ഫണ്ട്, വികലാംഗർക്കുള്ള ഫണ്ട്, സുനാമി ഫണ്ട്, കാലവർഷക്കെടുതി ഫണ്ട്, അങ്ങനെ നിരവധി സഹായങ്ങളും ഫണ്ടുകളും പദ്ധതികളും ഇന്നും നിലം തൊടാതെ പോകുന്നു, അപഹരിക്കപ്പെടുന്നു. ഇത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമറിയാക്കാരൻ തന്റെ മുമ്പിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അയാൾ ഓടിപ്പോകുന്നില്ല. മറിച്ച് കരുണാധരനായി തന്റെ പ്രവൃത്തിയിലൂടെ ദൈവസ്നേഹവും പരസ്നേഹവും അയാൾ പ്രകടിപ്പിക്കുകയാണ്. തന്നാൽ കഴിവുള്ളതെല്ലാം ചെയ്യുന്നു. മുറിവ് മരുന്ന് വെച്ച് കെട്ടുന്നു. തന്റെ കുതിരപ്പുറത്ത് കയറ്റി സത്രത്തിൽ എത്തിക്കുന്നു. ആവശ്യമുള്ള പണം നൽകുന്നു. കൂടുതൽ ചെലവായാൽ തിരിച്ചു വരുമ്പോൾ തരാമെന്നുള്ള വാഗ്ദാനവും. സമറിയാക്കാരനെ കുറിച്ച് ഒരു വാക്ക്. യഹൂദർക്ക് സമറിയാക്കാരുമായി യാതൊരു സമ്പർക്കവുമില്ല. സമറിയാക്കാരനെന്ന് കേൾക്കുന്നത് പോലും യഹൂദർക്ക് വെറുപ്പാണ്. യഹൂദർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പോലും. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ യഹൂദരെ പോലെ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. ഇത് ഇന്നത്തെ ക്രൈസ്തവ മനോഭാവമാണല്ലോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സമറിയാക്കാരൻ ഒരുപക്ഷെ ഒരു അക്രൈസ്തവനായിരിക്കാം. ക്രൈസ്തവരെക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത പല അക്രൈസ്തവരുമുണ്ട്. ദൃശ്യനായ സഹോദരനെ സ്നേഹിക്കാത്തവന് അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. 1 യോഹന്നാൻ 4:20. ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 14:34. ശത്രുവിനെ പോലും സ്നേഹിക്കുവാനുള്ള ഹൃദയവിശാലതയും ദൈവസ്നേഹവും സമറിയാക്കാരൻ ഉണ്ടായിരുന്നു. യഥാർത്ഥ സ്നേഹിതന്റെ മനോഭാവമായിരുന്നു സമറിയാക്കാരൻ ഉണ്ടായിരുന്നത്. ഇവിടെ നാം 3 മനോഭാവങ്ങൾ ദർശിക്കുന്നുണ്ട്. ഒന്ന്, എന്റേത് എന്റെ മാത്രം, അതായത് പുരോഹിതനും ലേവായനും. രണ്ടാമത്തെ മനോഭാവം നിന്റേത് എന്റെ അവകാശം, കൊള്ളക്കാരൻ. മൂന്നാമത്തെ മനോഭാവം എന്റേത് നിന്റേതാണ്, അതാണ് സമറിയാക്കാരൻ. നല്ല സമറിയാക്കാരന്റെ മനോഭാവമാണ് മറ്റുള്ളവരുടെ ആവശ്യമാണ് വലുത് എന്നത്. പുരോഹിതനും ലേവായനും സാധിക്കാതിരുന്നത് സമറിയാക്കാരന് കഴിഞ്ഞു. നന്മ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമം
അസാധുവാക്കപ്പെടുന്നു. ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ ഒരു അപകടത്തിൽപ്പെട്ട് കൈ മുറിഞ്ഞു. ധാരാളം വണ്ടികളും യാത്രക്കാരും റോഡിലുള്ള പലരും ശവത്തെ നോക്കിയിട്ട് പോകുന്നത് പോലെ കടന്നുപോയി. തത്സമയം അല്പം ദൂരെ നിന്ന് ഈ അപകടം കണ്ട ഒരു യുവാവ് വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. കുറുകെ ചാടിയ സൈക്കിൾ യാത്രക്കാരനെ ശകാരിച്ചു പറഞ്ഞയച്ചു. വണ്ടി സ്റ്റാൻഡിൽ റോഡരികിൽ വച്ചു. എന്നെയും കൊണ്ട് അടുത്ത ക്ലിനിക്കിൽ പോയി ഡ്രസ്സ് ചെയ്യിപ്പിച്ച് പണം കൊടുത്ത് തിരിച്ചു വന്ന് വണ്ടി നന്നാക്കി എന്നെ പറഞ്ഞയച്ചു. അത്യാവശ്യം വണ്ടി ഓടിക്കുവാനുള്ള സ്വാധീനം എനിക്കുണ്ടായിരുന്നു. അതൊരു മുസ്ലിം യുവാവായിരുന്നുവെന്ന് നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നീട് അയാളെ കണ്ടിട്ടില്ല. പേര് പോലും ചോദിക്കാൻ സമയം കിട്ടിയില്ല. നന്ദി എന്ന ഒരു വാക്ക് പോലും കേൾക്കുവാൻ നിൽക്കാതെ ആ മനുഷ്യൻ ഇരുട്ടിൽ നടന്നാകുന്നു. സമറിയാക്കാരൻ ദൈവത്തിന്റെ മുമ്പിൽ തന്റെ ജീവിതം കൊണ്ട് വിലയുള്ളവനായി കാണപ്പെട്ടു. അയൽക്കാരൻ ആരെന്ന് പണ്ഡിതന് മനസ്സിലാക്കി കൊടുത്ത് ഈശോ പറഞ്ഞു, നീയും പോയി ഇതുപോലെ ചെയ്യുക. നമ്മോടും ഇത് തന്നെ ഈശോ പറയുന്നു. മറ്റുള്ളവരെ അവർ ആവശ്യപ്പെടാതെ തന്നെ സഹായിക്കുവാനുള്ള മഹാമനസ്കതയാണ് നമുക്ക് വേണ്ടത്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി തന്നെ കാണുക വലിയ ഒരു ഭാഗ്യം തന്നെ. കൽക്കട്ടയിലെ മദർ തെരേസയെ പോലെ അനാഥ കുഞ്ഞുങ്ങളിൽ, രോഗികളിൽ, വേദനിക്കുന്നവരിൽ യേശുവിന്റെ മുഖം ദർശിക്കുവാനുള്ള വെല്ലുവിളിയാണ് സമറിയാക്കാരന്റെ ഉപമ. നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവങ്ങളും ആശയങ്ങളും സ്വഭാവങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണോ എന്ന് വിലയിരുത്തുക. സഹിക്കുന്നവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അനാഥരുടെയും പാവപ്പെട്ടവരുടെയും രക്ഷ യേശുവാണെന്ന് നല്ല സമറിയാക്കാരൻ എന്ന വ്യക്തിത്വത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ശിഷ്യരുടെ സ്വഭാവം എന്തായിരിക്കണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ആധുനിക ലോകത്തിന്റെ ചോദ്യങ്ങൾക്ക് യേശുവിന് മാത്രമേ ഉത്തരം നൽകുവാൻ സാധിക്കൂ. അലിവ് എന്നാൽ ദയയും പ്രവൃത്തിയും ചേർന്നതാണ്. അലിവിന്റെ തായ്വേരാണ് സ്നേഹം. അത് പ്രതിഫലം നോക്കുന്നില്ല. പരിപൂർണതയിലേക്കുള്ള ഗോവണിയാണ് ഈ അലിവ്. സമറിയാക്കാരൻ ഉണ്ടായിരുന്ന ഈ അലിവാണ് നിത്യജീവൻ നമുക്ക് നേടിത്തരുന്നത്. എല്ലാ വിശുദ്ധന്മാരിലും ഇത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മത്തായി 5:4-8 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സ്നേഹത്തിന്റെ പ്രവൃത്തികളാൽ യേശുവിന്റെ ശിഷ്യന്മാരായി നാം അറിയപ്പെടുമോ? ലൂക്ക 6:36. ലിവ് ജീസസ്.